അയാൾക്ക് 2.5 കോടി രൂപ നഷ്ടം വരും. 2.5 കോടി രൂപ നഷ്ടം അല്ലെ. അതായത് ഈ 2.5 കോടി രൂപ ആർക്ക് പോയി? ഡയറക്റ്റ് ആയിട്ട് ഈ ബ്രോക്കർക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവരാണ്, അതല്ല നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ നഷ്ടം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തരാണ്ട് പോകുന്നത്. നമ്മളുടെ സുഹൃത്തായിട്ടുള്ള രാജുമോൻ, അദ്ദേഹത്തിന് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP ചേരാൻ തീരുമാനിച്ചു. മ്യൂച്വൽ ഫണ്ടിൽ SIP ചേരാൻ തീരുമാനിച്ചപ്പോൾ 2 ഓപ്ഷനുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാം. ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നതിനായിട്ട് അതാത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ സൈറ്റുകളിലോ അതാത് മ്യൂച്വൽ കമ്പനികളുടെ ഓഫീസുകളിലോ, അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള കുവേര, ഗ്രോ ആപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലോ ചേരേണ്ടതായിട്ടുണ്ട്. അതല്ല, മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. റെഗുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. യൂട്യൂബിലെ ചില ചാനലുകളിലെ അവതാരകർ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. അവർക്ക് ഇതിൽ നിന്ന് 1% ഒക്കെ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രോക്കർ വഴി ചേരുകയാണ്. അതിപ്പോ യൂട്യൂബർ ആവാം, ബാങ്കിലുള്ള ആളാവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആവാം. ഇവരെല്ലാവരും ആരാണ്? ബ്രോക്കർമാരാണ്. അത് വഴി ചേരുന്ന പ്ലാനുകളെയാണ് റെഗുലർ എന്ന് പറയുക. അപ്പോൾ 2 ഓപ്ഷനുകൾ രാജുമോന്റെ മുന്നിലുണ്ടായിരുന്നു. ഡയറക്റ്റ് ഓപ്ഷൻ നേരിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ മറ്റൊരാളുടെ സഹായത്തോടു കൂടി 1% കമ്മീഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം. നിങ്ങളായിരുന്നു രാജുമോന്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഈ റെഗുലർ രീതിയിൽ ബ്രോക്കർ വഴിയാണോ ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. 2 പ്ലാനുകളും സെയിം തന്നെയാണ് എന്നുണ്ടെങ്കിലും രാജുമോൻ ഡിസൈഡ് ചെയ്തത് ഒരു ബ്രോക്കർ വഴി ചെയ്യാനാണ്. രാജുമോൻ ആദ്യം ഈ റെഗുലറിന്റെയും ഡയറക്റ്റിന്റെയും വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരാളുടെ സഹായം വേണമല്ലോ എന്ന് ഉദ്ദേശിച്ച് റെഗുലർ പ്ലാൻ എടുക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഏത് ഫണ്ട് എടുത്താലും അതിന്റെ റിട്ടേണുകൾ ഒരുപോലെയല്ല. രണ്ടും ഒരേ ഫണ്ടാണ്. പക്ഷെ അതിന്റെ അവസാനം ഈ ഫണ്ടിന്റെ പേരിന്റെ അവസാനം ഡയറക്റ്റ് എന്നുണ്ട്, മറ്റേ ഫണ്ടിന്റെ അവസാനം റെഗുലർ എന്നാണുള്ളത്. അത്രയല്ലേ വ്യത്യാസമുള്ളൂ എന്നാണ് രാജുമോൻ കരുതിയത്. നിങ്ങൾക്കും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി കൃത്യമായിട്ട് അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതേ സംശയം ഉണ്ടാവാം. പക്ഷേ രാജുമോൻ എടുത്ത മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 1.8%. രാജുമോൻ എടുത്തത് റെഗുലർ ഫണ്ട് ആയിരുന്നു. അതിന്റെ എക്സ്പെൻസ് റേഷ്യോ 1.8%. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വെറും 0.8%. അപ്പൊ നമ്മൾ വിചാരിക്കും 1.8 0.8 ആകെ വ്യത്യാസം 1% അല്ലേ വ്യത്യാസമുള്ളൂ എന്നുള്ളത് നിങ്ങൾ കരുതും. പക്ഷെ ഈ 1% ഭയങ്കര ഭീകരനാണ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു നഷ്ടം രാജുമോൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾക്ക് എത്തിക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനുമായിട്ട് കമ്പനിക്ക് വരുന്ന ചെലവിനെയാണ് ഈ എക്സ്പെൻസ് എന്ന് പറയുക. അത് ഒരു പെർസെന്റേജ് ടേംസിലാണ് പറയുക. എക്സ്പെൻസ് റേഷ്യോയിൽ പല ഫാക്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഏജന്റിന്റെ കമ്മീഷൻ. ഏജന്റിന്റെ കമ്മീഷൻ ഏകദേശം 1% വരും. അതുകൊണ്ട് ആ 1% നേരത്തെ രാജുമോനെ എക്സ്ട്രാ അവിടെ 1.8% കൊടുക്കേണ്ടി വന്നത്. അതേസമയം ഡയറക്റ്റ് ഫണ്ട് ആകുമ്പോൾ ഏജന്റ് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ചേരുന്ന ഫണ്ടിൽ 0.8% മാത്രം മതി. രാജുമോൻ ചേർന്നപ്പോൾ ഏജന്റ് ഉണ്ട്. അപ്പോൾ രാജുമോന് 1.8% കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പെർസെന്റേജിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കില്ല. ഇതൊരു ഹിഡൻ ആയിട്ടുള്ള ചാർജ് പോലെയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റേറ്റ്മെന്റുകളിലോ മ്യൂച്വൽ ഫണ്ടിന്റെ ഏതെങ്കിലും ലിറ്ററേച്ചറിലോ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതേസമയം തന്നെ ഓരോ ദിവസവും ഈ മ്യൂച്വൽ ഫണ്ടിന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, NAV അല്ലെങ്കിൽ യൂണിറ്റ് വില കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പെർസെന്റേജ് ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. രാജുമോൻ റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 25 വർഷം ഇതുപോലെ നിക്ഷേപിച്ച് പോയി എന്ന് കരുതുക. ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ചാണ് നിക്ഷേപിക്കുന്നത്. ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ച് 25 വർഷം ഒരു റെഗുലർ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ ഒരു 12% ആവറേജ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1,05,00,000 രൂപയാണ് കിട്ടുന്നത്. അതേസമയം തന്നെ സെയിം ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാനിൽ 25 വർഷത്തേക്ക് അതേ റിട്ടേൺ 12% ഒക്കെ ആനുവലൈസ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,30,00,000 കിട്ടും. അപ്പോൾ 1,05,00,000 കിട്ടിയ രാജുമോനാണോ 1,30,00,000 കിട്ടിയ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണോ ബുദ്ധിമാൻ? 25 ലക്ഷം രൂപ കൂടുതൽ വാങ്ങിയ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലുള്ള ആൾ തന്നെയാണ് അല്ലെ. ഈ ഒരു ഡിഫറൻസ്, ഈ 1% ഡിഫറൻസ് ആണ് ഈ ഒരു 1 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർഷം നിക്ഷേപിച്ചിട്ടുള്ള ആ തുക കൊണ്ട് തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇത്രയും വലിയൊരു ചേഞ്ച് വരുമ്പോൾ ഇപ്പോ 50,000 60,000 1000 രൂപ ഓരോ മാസവും SIP-യിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 10,000 രൂപ SIP മാസം നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ 1 ലക്ഷം രൂപ SIP ഒരു വർഷം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഈ 25 ലക്ഷം രൂപ നഷ്ടം വന്നുവെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു SIP ഉള്ള ഒരാളെ
ശ്രദ്ധിച്ചു നോക്കൂ, അയാൾക്ക് 2.5 കോടി രൂപ നഷ്ടം വരും. 2.5 കോടി രൂപ നഷ്ടം അല്ലെ. അതായത് ഈ 2.5 കോടി രൂപ ആർക്ക് പോയി? ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ബ്രോക്കർക്ക് പോയി എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ യൂട്യൂബറുടെ മൂടിയിട്ട് വരുന്ന ബ്രോക്കർമാരെ സൂക്ഷിക്കണം എന്ന് പറയും. റുപ്പി പങ്ക് ഒരു കാരണവശാലും റെഗുലർ മ്യൂച്വൽ ഫണ്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. റുപ്പി പങ്ക് ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് റുപ്പി പങ്കിന്റെ സർവീസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ 8848030018. അപ്പോൾ നിങ്ങൾക്ക് സംശയം മാറിയിട്ടുണ്ടാവില്ല. ഈ 1% എന്ന് പറഞ്ഞാൽ ചെറിയ ആ ഒരു ശതമാനം 25 വർഷം കൊണ്ട് 25 ലക്ഷം നഷ്ടപ്പെടുത്തുന്ന സിറ്റുവേഷനിൽ എങ്ങനെ എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ 1% ഈ കുറയുന്ന ആ പൈസ അവിടെ തന്നെ ഇരുന്നു എന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട്, അതായത് അടുത്ത വർഷം 1 ലക്ഷം രൂപ ഇട്ടതിൽ നിന്ന് 1000 രൂപ നമ്മൾ കമ്മീഷനായിട്ട് ഏജന്റിന് കൊടുത്തു എന്നുണ്ടെങ്കിൽ 99,000 രൂപ മാത്രമേ അടുത്ത വർഷം കോമ്പൗണ്ടിങ്ങിനായിട്ട് വരുന്നുള്ളൂ. അതേസമയം തന്നെ മറ്റൊരു സ്ഥലത്ത് 1 ലക്ഷം രൂപ ഡയറക്ട് പ്ലാനിൽ 1 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കലി കോമ്പൗണ്ട് ചെയ്യായിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും ഈ ആദ്യത്തെ വർഷം 1, രണ്ടാമത്തെ വർഷം 1+2 3, മൂന്നാമത്തെ വർഷം 3+3 6, നാലാമത്തെ വർഷം 10,000 രൂപ നമുക്ക് നഷ്ടം വന്നു. ഇത് സാധാരണഗതിയിലുള്ള ഒരു നഷ്ടവും ഇതിന്റെ കോമ്പൗണ്ടിങ് എഫക്ട് ഉണ്ടാകുന്ന നഷ്ടം അതിന് മേളിലുമാണ്. ഇങ്ങനെ വർദ്ധിച്ചിട്ടാണ് ഇതൊരു 25 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വലിയൊരു തുകയായിട്ട് മാറും. നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് അറിയില്ല, അത് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ വേണം, എങ്ങനെ വേണം എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. 8848030018 ആണ് നമ്പർ. നമ്മൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡയറക്ഷൻ തരാം. ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളായിരിക്കും, നിങ്ങൾ ഡയറക്ട് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും. ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യും.